നമസ്കാരം, ഞാൻ മൃണാൾ. ഞാൻ വളരെ അപൂർവമായിട്ട് ചൈനീസ് എക്സ്ക്ലൂസീവ് റെസ്റ്റോറൻറ്റ്സിൽ കൊച്ചിയിൽ പോകാറുള്ളൂ. ചൈനീസ് എല്ലായിടത്തും കിട്ടുമല്ലോ, പക്ഷെ വല്ലപ്പോഴും ഒന്ന് പോയി നോക്കണ്ടേ. താങ്ക് യു. അമ്മ എന്തൊരു ക്വാണ്ടിറ്റിയാ. So this one is pork, sir. ചിക്കൻ ചില്ലി ഇതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. മനുഷ്യൻ വളരെ കൂളായിട്ട് പോർക്ക് മറ്റേ പ്ലേറ്റ് സെർവ് ചെയ്തു. എന്നിട്ട് ഇയാളെ കൊല്ലുമെന്ന് എനിക്കറിയാം. ഇന്ത്യ മാരേജ് ബീഫും പോർക്ക് എല്ലാവരുടെയും പ്ലേറ്റ് സെർവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ലേ പഠിക്കുന്നുള്ളൂ, സ്നേഹിക്കാൻ പഠിക്കുന്നില്ലല്ലോ മുടക്കന്മാർ. എത്ര ഫുഡാന്നറിയോ? 2 പ്ലേറ്റിൽ നിറയെ വിളമ്പിയിട്ടും ആ കൊണ്ടുവന്ന പ്ലേറ്റിൽ ബാക്കിയാ. മലയ ചില്ലി ചിക്കന് പേര് കേട്ട റെസ്റ്റോറൻറ്റ്, പക്ഷെ അത് മേടിക്കാൻ പറ്റില്ല. എങ്ങനെ കഴിക്കും? പോർക്ക് ഓക്കെ അല്ലേ? പോർക്ക് ഓക്കെ അല്ലേ? അല്ല കാത്ത് അയാൾ വിളമ്പി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത്. എന്ത് കിടിലം ബീഫാണെന്നറിയാം. അതായത് നല്ല എരിവുണ്ട്, തിക്കായിട്ടുള്ള സ്ലൈസായിട്ട്. വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? ബാക്കിയുണ്ടോ? ഇന്ന് പുച്ഛിച്ചവർ നാളെ ലജ്ജിക്കും എന്ന് കേട്ടിട്ടുണ്ടോ? ചരിത്രത്തിന്റെ തിരിച്ചടിയുണ്ട്, വരുന്നുണ്ട്. നല്ല കിടിലം സ്മോക്കി ഫ്രൈഡ് റൈസാണ്. ഞങ്ങൾ വാങ്ങിച്ച ഒത്തിരി ഫുഡ് ഉണ്ടെങ്കിൽ 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഒരാൾക്ക് കഴിക്കണമെങ്കിൽ ഒരു ഫ്രൈഡ് റൈസോ ഒരു കറിയോ എന്താ വെച്ചാൽ മേടിച്ചാൽ മതി. ചെറിയ ബജറ്റിൽ ഒരു പാർട്ടി കൊടുക്കാൻ ബെസ്റ്റ് സ്ഥലമാണ്. ബീഫിന് രക്ഷയില്ലാത്ത പോർക്ക്. ടു സ്വീറ്റ്. അത്രയും സ്വീറ്റ്നെസ്സിന് ആവശ്യമില്ല, പക്ഷെ സൂപ്പർ ഗുഡ്. ഇത് കഴിച്ചാലും തീരുന്നില്ലല്ലോ. കുറച്ച് കെച്ചപ്പ് ഒഴിച്ചേ. കഴിച്ചു തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മടുത്ത് കെച്ചപ്പൊഴിച്ച് കഴിച്ച് അതും മടുത്ത് പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി. ഞങ്ങളുടെ 2 പേരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അത്രയും ഉണ്ടായിരുന്നു.